വാർത്തകൾ കൂടിയാണ്. വയനാട്ടിലെത്തിയ സന്നദ്ധ പ്രവർത്തകരോട് സർക്കാർ ശത്രുതാപൂർവ്വം പെരുമാറുന്നുവെന്നാണ് നേരത്തെ പരാതി ഉയർന്നിരുന്നത്. യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് നടത്തി വന്ന ഭക്ഷണശാല നിർത്തിവെക്കാൻ സർക്കാർ നിർദ്ദേശിച്ചു എന്നായിരുന്നു ആ പരാതി. പോലീസ് മോശമായി പെരുമാറിയെന്നും വൈറ്റ് ഗാർഡ് പ്രവർത്തകൻ ഫൈസൽ മീഡിയ വണ്ണിനോട് പറയുകയുണ്ടായി. ഒരു ദിവസം 10,000 ഭക്ഷണമാണ് ഞങ്ങൾ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ 5 മണി മുതൽ രാത്രി 12 മണി വരെ ഞങ്ങൾ ഭക്ഷണം ലൈവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒട്ടുമിക്ക സന്നദ്ധ സേവന രംഗത്തുള്ള എല്ലാ ആളുകളും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസ് ഓഫീസർമാർ കഴിക്കുന്നുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ ടീം എല്ലാവരും വന്ന് ഇവിടെ കഴിക്കുന്നുണ്ട്. ഇവിടെ സെർവ് ചെയ്യുന്നതിന് പുറമെ ഞങ്ങളിവിടെ സൈറ്റിലോട്ട് ഞങ്ങൾ ഭക്ഷണം പാക്ക് ചെയ്ത് വിതരണം ചെയ്യുന്നുണ്ട്. അത് ഇന്നത്തെ 4ാമത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങൾ. അപ്പം ഇന്ന് ഞങ്ങൾ ഭക്ഷണം കൊണ്ടുപോയപ്പോൾ DIG ഞങ്ങളെ വിളിപ്പിച്ചു. DIG വിളിപ്പിച്ചു ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ സേവനം ഇനി നിങ്ങൾക്ക് അവസാനിപ്പിക്കാം, നിങ്ങളുടെ സേവനം ഇനി ആവശ്യമില്ല, നിങ്ങളുടെ ഭക്ഷണം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ആവശ്യത്തിന് ഇവിടെ കിട്ടുന്നുണ്ട്. മാത്രവുമല്ല, ഒരു നേരത്തെ ഭക്ഷണം അല്ല നിങ്ങളുടെ ഭക്ഷണം ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല, ഒരു പുല്ലുമില്ല എന്നുള്ള സഭ്യമല്ലാത്ത രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അത് ഞങ്ങൾ വളരെ പ്രയാസപ്പെടുത്തി. ഞങ്ങൾക്ക് ഈ ഒരു സേവനം ഞങ്ങൾ നടത്തിയത് ഒരു വിവാദം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. ഞങ്ങളുടെ ഒരു സതുദ്ദേശത്തോടുകൂടി ചെയ്തൊരു സംഗതി നല്ല രീതിയിൽ അവസാനിപ്പിച്ചു പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിയത്ത്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ വിളിപ്പിച്ച് ഇനി നല്ല രീതിയിൽ ഞങ്ങളോട് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായില്ലായിരുന്നു. പക്ഷേ ഈ ഒരു രീതിയിൽ അദ്ദേഹം സമീപിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ റൈറ്റ് ദ മൊമെന്റ് ഇവിടെ ഞങ്ങൾ ക്രോസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ഉറപ്പുവരുത്തുക, ഇത്രയും ആളുകൾക്ക് ഇവിടെ വരുന്ന സന്നദ്ധ സേവനത്തിന് വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൃത്യസമയത്ത് എത്തിക്കാനുള്ള ഒരു ഉറപ്പ് ഈ നാട്ടുകാർക്ക് നിങ്ങൾ കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ കൂടെ മെമ്പറും ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ സന്നദ്ധ സേവനത്തിൽ വരുന്ന ആളുകളൊക്കെ ഇപ്പോഴും വടിയും കുത്തി നോക്കി നിൽക്കാനാണ് വരുന്നത്. ഇവിടെ പണി ചെയ്യുന്നതൊക്കെ JCB ആണ്. അപ്പം അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യേണ്ട ഉത്തരവാദിത്വമൊന്നും ഞങ്ങൾക്കില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ JCB വന്നത് 2 ദിവസം മുന്നെയാണ്. അതിനു മുന്നേ 3-4 ദിവസത്തോളം ഈ ആളുകളൊക്കെ നമ്മൾ ലോകം നേരിട്ട് കണ്ടതാണ്. ഈ സന്നദ്ധ സേവനത്തിൽ വന്ന ആളുകളൊക്കെ അവർ ജീവൻ പണയം വെച്ച് ഇത്രയും ദുർഘടമായ സാഹചര്യത്തിൽ അവർ ഈ പണി ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. സാർ എന്തുകൊണ്ടാണ് അവരെ ഇങ്ങനെ അവമതിച്ച് സംസാരിക്കുന്നത്? ശരിയല്ല സാർ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഒരു പുച്ഛമനോഭാവത്തോട് എന്നോട് അദ്ദേഹം ഒരു ചിരിച്ച് മാത്രം ചിരിച്ചു. ഓക്കെ, വൈറ്റ് ഗാർഡിന്റെ ഭക്ഷണശാല അത് നിർത്തണമെന്നാണ് അധികാരികൾ ആവശ്യപ്പെട്ടത്. അവർ സന്നദ്ധ പ്രവർത്തകരോട് ശത്രുതയോടെ പെരുമാറി എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. നമ്മോടൊപ്പം മുഹമ്മദ് അസ്ലമുണ്ട് വിവരങ്ങളുമായി. അസ്ലം, ഇത് എത്രത്തോളം ജെന്യൂൻ ആയിട്ടുള്ള ഒരു പരാതിയാണ്? ഈ കള്ളാടി ഇതിന് പോകുന്നതിന് കുറച്ച് 2-3 കിലോമീറ്റർ മുന്നേ കള്ളാടിയിലുള്ള ഒരു മഖാം കേന്ദ്രീകരിച്ചാണ് വൈറ്റ് ഗാർഡ് ഭക്ഷണ വിതരണം നടത്തി വന്നിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരവിടെ ഭക്ഷണം പാചകം ചെയ്ത് അവിടെ വരുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് മറ്റുമൊക്കെ നമ്മൾ ഉൾപ്പെട്ട ആൾക്കാർക്ക് നൽകുകയും അതോടൊപ്പം തന്നെ കുറച്ച് ഭക്ഷണം അവരവിടെ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലൊക്കെ ദുരിതാശ്വാസം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് എത്തിക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ കഴിഞ്ഞ ദിവസം എത്തിച്ചപ്പോഴാണ് ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇവരോട് DIG ഒന്ന് കാണാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ കോർഡിനേറ്റർ ഫൈസലാണ് നമ്മളോട് സംസാരിച്ചത്. ഈ ഫൈസലും അവിടുത്തെ വാർഡ് മെമ്പറും 1-2 പേരുമായി അവിടെ DIG പോയി കണ്ടു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. DIGയോട് അപ്പോഴാണ് ഈ ഒരു രീതിയിൽ സംസാരിച്ചു എന്ന് പറയുന്നത്. അതിൽ നിർത്താൻ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം പ്രയോഗിച്ച ചില പദപ്രയോഗങ്ങളാണ് അവരെ വേദനിപ്പിച്ചതെന്നാണ് അവർ പറയുന്നത്. നമ്മൾ പോലീസിനോട് സംസാരിച്ചു. പോലീസ് പറയുന്നത് നേരത്തെ തന്നെ ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകളിലും അത്തരം സ്ഥലങ്ങളിലും പുറത്തുനിന്ന് ഭക്ഷണം എത്തിക്കരുതെന്നുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. അതിന് കാരണമായി സർക്കാർ പറയുന്നത് പിന്നെ പുറത്തുള്ള ഭക്ഷണം പാചകം ചെയ്യൽ ഭക്ഷ്യവിഷബാധ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ കാരണമായാൽ അത് ഈ ഒരു മൊത്തം ദൗത്യത്തെ അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പിന് കീഴിൽ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തിക്കുന്നുണ്ട്.
അത്തരം അതായത് സർക്കാർ സംവിധാനങ്ങൾ തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തിക്കും, അതുവഴി കാര്യങ്ങൾ എത്തിക്കാം എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം നിർദ്ദേശം നൽകിയെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും. കാരണം ഇന്നലെ മന്ത്രി റിയാസും നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ പുറത്തുനിന്നുള്ള ഭക്ഷണം എത്തുന്നതിൽ ചില പ്രശ്നങ്ങൾ, കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് അത്തരം ചില നിർദ്ദേശങ്ങൾ നൽകിയായിട്ട് അദ്ദേഹവും പറയുന്നത്. അതേസമയം അവരോട് സ്വീകരിച്ച സമീപനമാണ് ഏറ്റവും കൂടുതൽ അവർക്ക് പ്രശ്നമായിട്ട് തോന്നിയത്. കാരണം അവരോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു എന്നപ്പുറത്തേക്ക് ചില വാക്കുകൾ പ്രയോഗിച്ചത് മാത്രമല്ല സന്നദ്ധ പ്രവർത്തകരെയും അവരുടെ പ്രവർത്തനത്തെയും വില കുറച്ച് കാണുന്ന രീതിയിലേക്ക് പോലീസ് സംസാരിച്ചു. പ്രത്യേകിച്ച് DIG പോലെ ഉന്നത തോംസൺ ജോസ് ആണ് DIG അവിടെ ഉള്ളത്, ഇപ്പോൾ ചാർജിലുള്ള അദ്ദേഹമാണ് സംസാരിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹം സംസാരിച്ചതിലുള്ളൊരു വേദന കൂടിയാണ് പങ്കുവയ്ക്കുന്നത്. ഇന്നലെ രാത്രി കൂടി അവർ ഭക്ഷണ പാചകം ചെയ്യൽ നടത്തിയിട്ടുണ്ട്. ഡെയിലി ഒരു 8,000-നും 10,000-നും പേർ അധികം ഇടയ്ക്ക് ആൾക്കാർ അവിടെ പല സമയങ്ങളിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോയി എന്നാണ് പറയുന്നത്. എന്തായാലും അത്തരം ഒരു പരാതി ഉയർന്നിട്ടുണ്ട്. എന്തായാലും സർക്കാർ സംവിധാനങ്ങൾ അത് ഗൗരവത്തോടെ പരിഗണിക്കണം. തീർച്ചയായും അസ്ലം, എന്തായാലും ഇക്കാര്യം മിനിസ്റ്ററുടെ അടക്കം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നമുക്കിപ്പോൾ കഴിഞ്ഞിരുന്നു. AK ശശീന്ദ്രന്റെ അടക്കം അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇവരെ കൂടെ അതിന്റെ ഭാഗമാക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊക്കെ ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു മന്ത്രിമാരുടെ കൂടെ പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കൂടെ പോകാം. എനിക്ക് തോന്നുന്നത് ഇന്നലെ ഇപ്പോൾ അസ്ലം സൂചിപ്പിച്ച ആ പ്രതികരണം തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യം അല്ലേ? അതായത് ഭക്ഷണത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കാനാണ് ഒരേ കേന്ദ്രത്തിൽ നിന്ന് വിതരണം ചെയ്യുന്നതെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. രക്ഷാപ്രവർത്തകരുടെ ആരോഗ്യം ഉറപ്പുവരുത്തേണ്ടത് ഇഘട്ടത്തിൽ അനിവാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ദൗത്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നും സംഭവിക്കാതിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മളൊരു ക്രമീകരണം വരുത്തണം. കാരണം ആർമി ഉൾപ്പെടെയുള്ളവർക്കാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർക്ക് ആരോഗ്യ പ്രശ്നം വരും, അത് വലിയ പ്രയാസം വരും. ദൗത്യ സംഘത്തിൽ 2-3 പേർക്ക് ആരോഗ്യ പ്രശ്നം വന്നാൽ ആ ദൗത്യം അവിടെ നിൽക്കും, ആ ടീം അവിടെ ഫെയിലിയർ ആവും, മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി വരും. ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ ഭക്ഷണം ഒരു കേന്ദ്രത്തിൽ നിന്നാക്കണം. അങ്ങനെ ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പോളിടെക്നിക്കിലാക്കിയത്. പിന്നെ അതിൻ്റെ ക്വാളിറ്റി ചെക്കിംഗ് വേണം. അതിനാണ് ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസറെ ഭക്ഷ്യവകുപ്പിൻ്റെ കീഴിലുള്ളവരെ നിശ്ചയിച്ചത്. റൈറ്റ്. അപ്പോൾ അവരെ പിന്തിരിപ്പിക്കുകയോ അവരെ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുക എന്നുള്ളതല്ല, അവരെ കൂടി അതിന്റെ ഭാഗമാക്കി മാറ്റുകയും പക്ഷേ എന്നാൽ എല്ലാ തരത്തിലുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്യുക, ആരോഗ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമെന്ന് തോന്നുന്നു. അതെ അതെ അതെ